അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1282, സൂറത്തു തൗബ 23-24 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ ലാ തത്തഖിദു ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങളാക്കരുത്, വഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരങ്ങളെയും, ഔലിയാ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കരുത്, ഇനിസ്തഹബ്ബുൽ കുഫ്റ അലൽ ഈമാൻ, സത്യവിശ്വാസത്തെക്കാൾ അവിശ്വാസത്തെ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വമൻ യതവല്ലഹും മിൻകും, അവരിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങളിൽ നിന്നുള്ളവർ കൈകാര്യകർത്താക്കളാക്കുകയാണെങ്കിൽ, ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. ഖുൽ നബിയെ അങ്ങ് പറയൂ, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാരും, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും, വമസാകിനു തർളൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളും ആണെങ്കിൽ, അഹബ്ബ ഇലൈക്കും, നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, മിനല്ലാഹ്, അല്ലാഹുവിനെക്കാളും, വറസൂലിഹി, അവന്റെ ദൂതരെക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ തീരുമാനം അല്ലെങ്കിൽ അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ സമൂഹത്തെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ ശിർക്കുമായി നമ്മൾ വിട്ടുനിൽക്കണമെന്നും ബഹുദൈവാരാധനയെ സപ്പോർട്ട് ചെയ്യുന്ന ശൈലി നമുക്ക് അഭികാമ്യമല്ലെന്നും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് കളങ്കമാകും വിധത്തിലുള്ള ഒരു ആത്മബന്ധവും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ സ്വാധീനിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട അടുത്ത ബന്ധങ്ങളാണല്ലോ മാതാപിതാക്കൾ, അതുപോലെ സന്താനങ്ങൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട സമ്പത്തുക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ. ഈ സംഗതികളോടുള്ള നമ്മുടെ ഇഷ്ടം വിശ്വാസത്തിന്റെ വിശുദ്ധി കാറ്റിൽ പറത്തി അവിശ്വാസത്തിന്റെ ശൈലി സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നാൽ അത് നമ്മുടെ ഈമാനികമായ അഡ്രസ് തെറിപ്പിക്കുകയും നമുക്ക് ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അതിലേക്കുള്ള ചൂണ്ടുപലകയാകും വിധത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഒരിക്കലും തന്നെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്ന് കർക്കശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ അല്ലാഹു ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ആക്കരുത്, വഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളാക്കരുത്, ഔലിയാ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കരുത്. കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളോട് എന്തു കൽപ്പിച്ചാലും അത് നിങ്ങൾ അനുസരിക്കുന്ന,
അവർക്ക് നിങ്ങളോട് എന്തൊക്കെ അവര് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ നടപ്പാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അതിനനുസരിച്ച് അവനിറക്കുന്ന ഉത്തരവുകൾ എന്തൊക്കെയുണ്ടോ ആ ഉത്തരവുകളെല്ലാം ശിരസ വഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാകും വിധത്തിലുള്ള ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വഭാവം ഇവരുമായി നിങ്ങൾക്കുണ്ടാകരുത്. എപ്പോൾ ഉണ്ടാകരുത്? ഇനിസ്തഹബ്ബുൽ കുഫ്റാനൽ ഈമാൻ, സത്യവിശ്വാസത്തെക്കാൾ അവിശ്വാസത്തെ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. കേട്ടോ, ഇവിടെ മാതാപിതാക്കളോടുള്ള അല്ലെങ്കിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ വിശ്വാസം അടിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതി ആയിക്കൂടാ എന്ന ഗൌരവതരമായിട്ടുള്ള ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറുകയാണ്. ഈ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കളൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മറ്റേറ്റവും അടുത്ത കുടുംബക്കാരോടോ ഒക്കെയുള്ള നമ്മുടെ ബന്ധം വിശ്വാസത്തിനേക്കാൾ അവിശ്വാസത്തിന് പ്രാമുഖ്യം നൽകാൻ പ്രേരകമാകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് നമ്മുടെ സത്യവിശ്വാസം തന്നെയാണ്. ആ സത്യവിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് കളങ്കമാകും വിധത്തിലുള്ള ചിന്താഗതികളുമായി ഒരിക്കലും തന്നെ സഹകരിച്ച് മുന്നോട്ടു പോകുന്ന സമീപനം ഉണ്ടായിക്കൂടാ. ഇത് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ തഫ്സീറിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ സത്യനിഷേധികളോട് നമുക്ക് ബന്ധമില്ല എന്ന് അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അത് വന്നപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട വിശ്വാസികളിൽപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പൂർണ്ണമായും ആ അവിശ്വാസികളിൽ നിന്ന് വിട്ടുനിൽക്കുക? കാരണം ഇങ്ങനെ ബന്ധം വിച്ഛേദിക്കണം, അവരുമായി നമുക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കളോടുള്ള, സഹോദരങ്ങളോടുള്ള, കുടുംബങ്ങളോടുള്ള എല്ലാ ബന്ധങ്ങളും തകർന്നു പോവില്ലേ? നമ്മുടെ കച്ചവടങ്ങളൊക്കെ നഷ്ടത്തിലായി പോവില്ലേ? അതുപോലെ നമ്മുടെ സമ്പത്ത് നാശത്തിലേക്ക് നീങ്ങില്ലേ? നമ്മുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? നമ്മൾ അവസാനം ഒന്നുമില്ലാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ എന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. എന്ത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫബയ്യന തആല, ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ അല്ലാഹു വിശദീകരിച്ചു, അന്നഹു യജിബു തഹമ്മുലു ജമീഇ ഹാദിഹിൽ മളാരി അദ്ദുനിയവിയ്യ, ഭൗതിക ലോകത്തുള്ള ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്തിനു വേണ്ടി? ലിയബുഖദ്ദീനു സലീമ, നമ്മുടെ ദീൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ഐഡന്റിറ്റി അതെല്ലാം കുറ്റമറ്റ വിധത്തിൽ നിലനിൽക്കാൻ ഭൗതിക ജീവിതത്തിലെ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവണം വിശ്വാസികൾ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്, ഈ ദുന്യവിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അതിന്റെ ഗുണങ്ങളും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുകയും അള്ളാഹുവിന്റെയും അവന്റെ ദൂതരുടെയും കൽപ്പനകളെ നമ്മൾ അവഗണിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകാൻ സാധ്യതയുള്ള പരുവത്തിലേക്ക് നമ്മളൊരു പക്ഷേ മാറ്റപ്പെട്ടേക്കാം. അത്തരമൊരു ദുരന്ത സാഹചര്യങ്ങൾ നമ്മിലേക്ക് വന്നു ചേരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുത്തേ പറ്റൂ. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത് എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അമറല്ലാഹു തആല ബിമുബായനത്തിൽ കുഫാരിബി വൈൻകാരു ആബാഅ വബനാഅ, നമ്മുടെ മാതാപിതാക്കളായാലും ശരി അല്ലെങ്കിൽ മക്കളായാലും ശരി സത്യനിഷേധത്തോടെ നമുക്ക് കടുത്ത ശാസ്ത്രവും നിലനിൽക്കണം. ആ സത്യനിഷേധികളോടുള്ള നമ്മുടെ ആത്മബന്ധം അത് നമ്മുടെ ഐഡന്റിറ്റി തകർക്കാൻ കാരണമാകും വിധത്തിലാണെങ്കിൽ ഒരിക്കലും അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരോട് ഭൗതിക ജീവിതത്തിലുള്ള ബന്ധം പുലർത്തരുതെന്നോ അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുതോ എന്നോ ഒന്നുമല്ല. കാരണം അതും വിശുദ്ധ ഇസ്ലാമിൽ കൃത്യമായ നിലപാടുണ്ട് സംബന്ധമായി. അവരോട് ഇത്തരം വിഷയത്തിൽ നമ്മൾ അവരോട് സഹകരിക്കരുത് എന്നേ ഉള്ളൂ. അതേസമയത്ത് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, അവർക്കാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഭൗതികമായി അവരോട് നല്ല നിലക്ക് സഹകരിക്കാനും തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. മനുഷ്യപ്പറ്റുള്ള തീരുമാനവും അതേപോലെ തന്നെ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടും തന്നെയാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത്. പക്ഷെ ആ മാനവിക നിലപാട് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് കളങ്കമാകുന്ന സാഹചര്യങ്ങളോ സ്വഭാവങ്ങളോ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നിർബന്ധ ബുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറുകയാണ് ഇവിടെ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, സൂറത്തുൽ മുജാദലയുടെ 22ാമത്തെ സൂക്തത്തിൽ ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്ത് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും വ അബ്നാഅഹും വ ഇഖ്വാനഹും വ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സൂറത്തുൽ മുജാദലയുടെ 22ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ്, സത്യവിശ്വാസവും അല്ലാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർ നിൽക്കുകയും അവരെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ സ്നേഹിക്കാനാവില്ല, അവരോട് ആത്മബന്ധം പുലർത്താനാവില്ല. അത് സ്വന്തം പിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ഒക്കെ ആ നിലക്ക് അല്ലാഹുവിനും റസൂലിനും ഒന്നാം സ്ഥാനം നൽകുകയും ബാക്കിയുള്ളതെല്ലാം പുറകിലേക്ക് മാറ്റുകയും ചെയ്യുന്നവരാരോ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിന്റെ വിശുദ്ധി നിശ്ചയിച്ചിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹു തആല പ്രത്യേകമായി അവർക്ക് ആത്മീയമായി ശക്തി നൽകാനുള്ള സംവിധാനം, മലക്കുകളുടെ സഹായങ്ങൾ വരെ അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കുകയും വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിക്കാനുള്ള ഒരു നല്ല അവസരം അല്ലാഹു തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നോക്കൂ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ്. എന്താണത്? മഹാനായ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, ആ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ജറാഹ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ സത്യനിഷേധത്തിന്റെ വല്ലാത്തൊരു ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ആ സത്യനിഷേധത്തിന്റെ ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ജറാഹ് എന്ന് പറയുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബദർ യുദ്ധത്തിന്റെ രംഗത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന മകന്റെ ആത്മവീര്യം തകർക്കാൻ ഉപ്പ മകന്റെ മുന്നിൽ തന്നെ വന്നു നിൽക്കുന്നു. അങ്ങനെ നിരന്തരം മകനാണെങ്കിലോ വാപ്പയും ഞാനും തമ്മിൽ ഒരു ഫൈറ്റിംഗ് നടക്കരുത് എന്ന നിലക്ക് യുദ്ധക്കളത്തിൽ നിന്ന് തന്നെ പുറകോട്ട് മാറുകയാണ്. നോക്കൂ, ബദർ യുദ്ധത്തിന്റെ രംഗത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ജഅല അബൂ ഉബൈദ ഇബ്നു ജറാഹ്, അബൂ ഉബൈദ ഇബ്നു ജറാഹിന്റെ പിതാവായ ഈ ജറാഹ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനായി യൻഅതുലഹു അൽആലിഹത യൗമ ബദർ, ബദർ യുദ്ധത്തിന്റെ അന്ന് അവരുടെ ദൈവങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാട്ടുപാടി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന മകന്റെ മുന്നിൽ ഇങ്ങനെ വന്നുപെടുകയാണ്. എന്നാൽ വജഅല അബൂ ഉബൈദ യഹീദു അൻഹു, മകനാകുന്ന അബൂ ഉബൈദ വാപ്പയും ഞാനും തമ്മിലൊരു സംഘട്ടനം നടക്കണ്ട എന്ന നിലക്ക് പിതാവിന്റെ ശ്രദ്ധയിൽ നിന്ന് തെറ്റി മറ്റു ഭാഗങ്ങളിലേക്ക് മാറുന്നു. പക്ഷെ അവിടെയും വരുന്നു ശല്യം ചെയ്യാനായി, മകന്റെ ആത്മവീര്യം തകർക്കാനും വിശ്വാസത്തിന്റെ ദൃഢതയിൽ നിന്ന് മകനെ മാറ്റാനും വാപ്പയാകുന്ന ഞാനുമായൊരു പോരാട്ടത്തിന് നിൽക്കേണ്ടി വരുമെന്ന നിലക്ക് വിശ്വാസം വലിച്ചെറിഞ്ഞ് നിർണായകമായ ഘട്ടത്തിൽ എന്റെ കൂടെ മകൻ വരുമോ എന്ന് പരീക്ഷിക്കാനുമൊക്കെയായി ആ പിതാവ് ഇவ்விதം സത്യനിഷേധത്തിന്റെ മ്ലേച്ഛമായ മുഖം അവിടെ പ്രകടമാക്കിയപ്പോൾ ജറാഹ് എന്ന് പറയുന്ന ഈ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പലവട്ടം ഇത് ആവർത്തിച്ചപ്പോൾ ഖസദഹു അബൂ ഉബൈദ ഫഖതലഹു, ഇനി വാപ്പയാണെന്ന് നോട്ടം മാറ്റിവെച്ച് ശിർക്കിനെ നിരാകരിക്കുക എന്ന അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പിതാവിനെ കൊല ചെയ്തു മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ സ്വാഭാവികമായും പിതാവിന്റെ തലയെടുത്ത് മുത്തനബിന്റെ ഹലറത്തിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിമിഷം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വൈമനസ്യം അനുഭവപ്പെട്ടു. എന്തൊക്കെയാണെങ്കിലും ശരി, സ്വന്തം ഉപ്പാനെ തലയർത്തു എന്ന് പറയുന്നത് അത് കേൾക്കാൻ ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. എന്ത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും ശരിയാവണ്ണം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹുവിനെയും റസൂലിനെയും എതിർദിശയിൽ നിർത്തുന്ന ആളുകളോട് സ്നേഹം കാണിക്കാൻ കഴിയില്ല നബിയെ. അതുകൊണ്ട് തന്നെ അത് സ്വന്തം പിതാക്കളാണെങ്കിലും, അതായത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെയ്തത് കൃത്യമായിട്ടുള്ള നിലപാടാണെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സ്ഥിരീകരിക്കുകയും വിശദീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ പിതാക്കളാവട്ടെ സഹോദരങ്ങളാവട്ടെ അവർ അവിശ്വാസത്തിന് മുൻതൂക്കം കൊടുത്താൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി കളഞ്ഞു കുടിച്ചുകൊണ്ട്
അവരോടുള്ള ആത്മബന്ധം നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാൻ സഹായകമാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ നിങ്ങൾ അത്തരമൊരു മാർഗം സ്വീകരിച്ച് ആത്മഹത്യാപരമായ സമീപനം സ്വീകരിച്ചാൽ വമയ്യതബല്ലഹും മിൻകും, ആ നിഷേധികൾ എന്നുള്ളവരെ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കിയാൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി സൂചിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും, നിങ്ങളുടെ പിതാക്കളും മക്കളുമാണെങ്കിൽ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും ഭാര്യമാരും, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളുമാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തുമാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ മാന്യം ബാധിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവുമാണെങ്കിൽ, മസാകിനു തർലൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളുമാണ് ആണെങ്കിൽ, എന്താണെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം ഈ പറഞ്ഞ ഭൗതിക സംവിധാനങ്ങളോടാണെങ്കിൽ, ഫതറബ്ബസൂ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ, അള്ളാഹു തആല നിങ്ങൾക്ക് അർഹമായ ശിക്ഷ കൊണ്ടുവരുന്നത് കാത്തിരുന്നോളൂ. അതാണ് ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തമ്മാടികളായ ആളുകൾ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു തആല വിശദീകരിച്ചു. അപ്പൊ ഇവിടെ എന്താ അള്ളാഹു തആല പറയുന്നത്? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, സുമ്മാ അമറ തആല, മാതാപിതാക്കൾ സത്യനിഷേധത്തിന് മുൻതൂക്കം കൊടുത്താൽ അവരോട് ആത്മബന്ധം നമുക്കുണ്ടായിക്കൂടാ. ആത്മബന്ധം ഉണ്ടായിക്കൂടാ എന്നതിനർത്ഥം ഭൗതിക ജീവിതത്തിൽ അവരോട് ബന്ധം വേണ്ടാന്നല്ല, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഭൗതികമായ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൂടാ എന്നല്ല, അതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ്. മാനവികമായ അത്തരം നിലപാടുകൾ നിലനിർത്തണമെന്ന് തന്നെയാണ് ഖുർആനിന്റെ കൽപ്പന. പക്ഷേ ഈ ഇസ്ലാമിന്റെ രഹസ്യങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ അറിഞ്ഞാൽ അവർ മുതലെടുക്കാൻ സാധ്യതയുള്ള ന്യൂസുകളുമൊന്നും അവർക്ക് കൈമാറും വിധത്തിലുള്ള ആത്മബന്ധം അവരുമായി നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചല്ലോ. അതിനുശേഷം ഈ സൂക്തത്തിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് എന്താണ്? എന്നാൽ ആ ആത്മബന്ധമാണ് നിങ്ങൾ മുൻപന്തിയിൽ നിർത്തുന്നതെങ്കിൽ വിശ്വാസത്തെക്കാളും അതേപോലെ നിങ്ങളുടെ ഈ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം ഈ പറഞ്ഞ ഭൗതിക സംവിധാനങ്ങളാണെങ്കിൽ, നിങ്ങളുടെ സമ്പത്താവാം, അതേപോലെ കച്ചവടമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളടക്കമുള്ള ബന്ധുമിത്രാദികളാവാം, അവരോടൊക്കെയാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. എന്താണത്? ഫതറബ്ബസു നിങ്ങൾ പ്രതീക്ഷിക്കുക. എന്ത്? ഫൻതളിറു മാദാ യഹല്ലു ബികും മിൻ ഇഖാബിഹി വനകാലിഹി ബികും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്, എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന അല്ലെങ്കിൽ അവന്റെ തീരുമാനം അവൻ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. എന്താണത്? മഹാന്മാരായ പണ്ഡിതന്മാർ സഹാബത്ത് പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ ഇരിക്കുന്നു ഒരിക്കൽ. വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫഖാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഅൻത യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാ സാധനത്തെക്കാളും എനിക്ക് ഇഷ്ടം തങ്ങളോടാണ്. പക്ഷെ എന്നെ കഴിച്ചിട്ടോ, എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും യഥാർത്ഥ വിശ്വാസിയാവാനാവില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സി, സ്വന്തത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ വിശ്വാസിയാവാനാവില്ല എന്ന് പറഞ്ഞാൽ, ഉമറെ, നിങ്ങളുടെ വിശ്വാസത്തിന് പൂർണ്ണത കൈവന്നിട്ടില്ല എന്നർത്ഥം. ഉടനെ തന്നെ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅൻതല്ലാന വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, നബിയെ, ഇപ്പൊ എനിക്ക് എന്നെക്കാൾ ഇഷ്ടം തങ്ങളോടാണ്. ഒരു നിമിഷം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആറ്റിറ്റ്യൂഡ് മാറി. അതാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിമിഷം കൊണ്ട് തന്റെ കാഴ്ചപ്പാട് മാറി, എനിക്ക് ഇന്നെക്കാളും ഇഷ്ടപ്പെട്ട തങ്ങളോട് തന്നെയാണ് നബിയെ. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽ ആന യാ ഉമർ, എങ്കിൽ ഇപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസത്തിന് പൂർണ്ണത കൈവന്നിരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് എല്ലായിടത്തേക്കും നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എല്ലാത്തിനേക്കാളും താല്പര്യവും ഇഷ്ടവും അള്ളാഹും റസൂലും ആയിരിക്കണം. അഥവാ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടി നമ്മുടെ സകലമാന താല്പര്യങ്ങളെയും ബലി കഴിക്കേണ്ടി വന്നാൽ അത് ബലി കഴിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം, നമ്മുടെ ജീവിതം ആ അർത്ഥത്തിൽ ക്രമീകരിക്കാൻ നമുക്കാവണം. അപ്പോഴേ നമ്മൾ വിശ്വാസത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരാവുകയുള്ളൂ എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കെട്ടുബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ഒന്നും തന്നെ
നമ്മുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിയെ വെല്ലുവിളിക്കും വിധത്തിലുള്ളതാകാനോ അതൊരു ബാധ്യതയായി മാറാനോ പാടില്ല എന്ന് ചിന്തിക്കണം. അള്ളാഹു നല്ലവരായ വിശ്വാസികളെ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.